100 crores. ബാക്കിയുള്ളത് ശർമ്മ കൺസ്ട്രക്ഷൻ കമ്പനി, വിഷ്ണു കൺസ്ട്രക്ഷൻ കമ്പനി. ആദ്യത്തേത് വിഷ്ണു കൺസ്ട്രക്ഷൻ കമ്പനി. $105 കോടി. ഇനി ശർമ്മ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കോട്ട് 95 കോടി, 95 crores. ശർമ്മയുടെ കോട്ട് 95 കോടിയുണ്ട്. എൻ്റേത് അതിനേക്കാൾ കുറയ്ക്കണം. അതായത് 94 കോടിയായിരിക്കട്ടെ. ഞാൻ ചെയ്ത കോട്ട് ശർമ്മയുടെ കോട്ടിനേക്കാൾ കുറവായിരിക്കട്ടെ. അത് കുറയ്ക്ക്. മിസ്റ്റർ ശർമ്മ, ഈ ടെൻഡർ അപ്രൂവലിൽ ഒരു സിഗ്നേച്ചർ ഇടൂ. ഷുവർ സാർ. ഇവിടെ എന്തായി നടക്കുന്നേ? വാട്ട് ഹാപ്പൻ മിസ്റ്റർ വിഷ്ണു? അതെ സാർ, ഈ ബിഡ് എന്തിനാ ശർമ്മയ്ക്ക് കൊടുക്കുന്നേ? ഞാൻ ചെയ്ത കോട്ടിനും ഇയാൾ ചെയ്ത കോട്ടിനും 1 കോടിയുടെ വ്യത്യാസമുണ്ട്. അല്ല മിസ്റ്റർ വിഷ്ണു, നിങ്ങൾ കോട്ട് ചെയ്തത് 105 കോടിയാണ്. മിസ്റ്റർ ശർമ്മ കോട്ട് ചെയ്തത് 95 കോടി. നിങ്ങൾക്കാണ് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല സാർ. സാറിനാണ് കൺഫ്യൂഷൻ. ഞാൻ തന്ന കൊട്ടേഷൻ സാർ ഒരു തവണ കൂടെ നോക്കണം. ഞാൻ ചെയ്ത കോട്ടാണോ അധികം അതോ അയാൾ ചെയ്ത കോട്ടാണോ അധികമെന്ന്. നോ, ഞാൻ ഇതിനൊന്നും അവസരം നൽകാറില്ല. ടെൻഡർ എനിക്ക് അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾ അതെങ്ങനെ ക്യാൻസൽ ചെയ്യും? അനൗൺസ് ചെയ്തതുപോലെ ആ ടെൻഡർ എനിക്ക് തന്നെ കിട്ടണം. അത് നടക്കില്ല ശർമ്മ. ഓരോ പ്രാവശ്യവും നിങ്ങൾ ടെൻഡർ വിളിക്കുമ്പോൾ ഞാൻ മിണ്ടാറില്ല. നിയമപ്രകാരം കൊട്ടേഷനിൽ ആരാണോ കുറഞ്ഞ തുക ബിഡ് ചെയ്തിരിക്കുന്നത് അവർക്കാണ് ടെൻഡർ കിട്ടേണ്ടത്. ഓഫീസർ പ്ലീസ്, ഞാൻ തന്ന കൊട്ടേഷൻ ഇനി ഒരു തവണ കൂടെ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ബിഡാണോ അതോ ഇയാളുടെ ബിഡാണോ അധികമായിട്ടുള്ളതെന്ന്. മിസ്റ്റർ ശർമ്മ, താങ്കളൊന്ന് സമാധാനപ്പെടും. ദേ നോക്കി, ഞങ്ങളിവിടെ ആരെയും പറ്റിക്കാറില്ല. നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ ഇരിക്കണം. ഞാൻ ഒരു തവണ കൂടി ചെക്ക് ചെയ്തിട്ട് പറയാം. അതല്ല സാർ ഞാൻ പറഞ്ഞത്. ശർമ്മ പ്ലീസ്. വിഷ്ണു, നിങ്ങളിരുന്നോളൂ. എന്താ ഇത്? ഞാൻ നേരത്തെ നോക്കിയപ്പോൾ 105 കോടി ആയിരുന്നല്ലോ. ഇപ്പോൾ ഇത് 94 കോടി ആയിരിക്കുന്നു. ഇതെങ്ങനെ? സർ, നിങ്ങൾ എന്താണ് ഈ നോക്കുന്നത്? എന്റെ കൊട്ടേഷനാണോ കൂടുതൽ അതോ വിഷ്ണുവിന്റെ കൊട്ടേഷനാണോ കൂടുതലെന്ന് വ്യക്തമായി നോക്കിയിട്ട് പറയൂ. എല്ലാവരും കേൾക്കട്ടെ. ക്ഷമിക്കണം മിസ്റ്റർ ശർമ്മ. മിസ്റ്റർ വിഷ്ണു കോട്ട് ചെയ്ത എമൗണ്ട് 105 കോടിയാണെന്ന് ഞാൻ തെറ്റായി വായിച്ചതാണ്. മിസ്റ്റർ വിഷ്ണു കോട്ട് ചെയ്തത് 94 കോടി. അതായത് നിങ്ങളെക്കാൾ 1 കോടി കുറവാണ്.
അതായത് കുറച്ച് എമൗണ്ട് കോട്ട് ചെയ്തിരിക്കുന്ന മിസ്റ്റർ വിഷ്ണുവിനാണ് ഈ ടെൻഡർ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ വിഷ്ണു. വരൂ വിഷ്ണു, ഈ ഫയലിൽ ഒന്ന് സൈൻ ചെയ്തോളൂ. കണ്ടില്ലേ രുദ്ര, ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ? തിരുമേനി, ഇവിടെ വരുമ്പോഴൊക്കെ അനന്യ എന്നൊരു കുട്ടിയെ കാണാറുണ്ടായിരുന്നു. ആ കുട്ടി ഇപ്പൊ എവിടെയാ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അല്ല തിരുമേനി, ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അമ്പലം വൃത്തിയാക്കാനും ഹാരം കെട്ടാനും പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതൊക്കെ ആ കുട്ടിയായിരുന്നു. അത് പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരാൾ ഇവിടെ കണ്ടിട്ടില്ല. നിങ്ങളൊരു പക്ഷേ മറ്റാരോടെങ്കിലും ചോദിച്ചാല് അറിയാൻ പറ്റുമായിരിക്കും. എന്നാ ശരി തിരുമേനി. ഇനി എന്താ ചെയ്യാ? അനന്യ എവിടെ പോയി അന്വേഷിക്കും? പുറത്തെവിടെയും ഉണ്ടാവോ? അങ്ങേക്ക് ദിവസം പൂജ ചെയ്യുന്ന ഒരാളില്ലേ? അവൾ എങ്ങോട്ടാ പോയത്? ഒന്ന് പറയ്. എന്ത് കഷ്ടമായത്. അവളെ കണ്ടുമുട്ടിയിട്ടിപ്പോ ഒരാഴ്ച പോലും ആയില്ല. അതിനുള്ളിൽ എന്നെ നകറ്റിയ ഞാൻ എങ്ങനെ ജീവിക്കും? അതല്ല, സ്നേഹിക്കുന്ന തെറ്റാണോ? സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ എന്നെ വിട്ടു പോയത്? കുറഞ്ഞ പക്ഷം അവൾ എന്റെ അടുത്ത് വന്ന് എന്റെ പേരെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു എനിക്ക്. എല്ലാം അറിയുന്ന അങ്ങേക്ക് ഞാൻ പറഞ്ഞിട്ട് വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ. അങ്ങ് മായാവിയാണ്, എന്ത് ചെയ്യാൻ ശക്തിയുള്ളവൻ. അങ്ങ് ഞാൻ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അനന്യ എന്റെ മുന്നിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവനം തന്നെ അങ്ങേക്ക് സമർപ്പിക്കാം. അവളെ കാണാതെ ഒരാഴ്ച പോലും തള്ളി നീക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. അവൾ എന്റെ ഈ മനസ്സിലാ വന്ന് കേറി പറ്റിയത്. രാത്രി കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. സ്നേഹത്തിൽ വീണുപോയി. അതിൽ ഞാൻ മുങ്ങിയാലും ശരി, ഒരു കാര്യം സത്യവാ, അങ്ങയുടെ സന്നിധിയിൽ വെച്ച ഞാൻ അവളെ കണ്ടുമുട്ടിയത്. എന്നായാലും അവൾ എന്റെ വീട്ടിലേക്ക് വരുന്ന എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്.
എത്രയും വേഗം അവൾ എന്റേതായി മാറണം. കാരണം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം എനിക്ക് അങ്ങോട്ട് പറയാൻ നാണക്കേടുണ്ട്. ബട്ട് ഐ എം ഹെൽപ്ലെസ്. മനസ്സിലായെന്ന് വിശ്വസിക്കാൻ ഞാൻ. ദയവ് ചെയ്ത് ഒരേ ഒരു ക്ലൂ തരുമോ? അനന്യ ഈ അർജുന് സ്വന്തമായി മാറണം. ഇല്ലെങ്കിൽ എന്റെ ലൈഫ് ആകെ ബോറായി പോവും. ഞാൻ പോയിട്ട് വരാം. എന്നെ അനുഗ്രഹിക്കണേ. കരൺ, അച്ഛാ, ഇതാ ഫയല്. നാളെ മുതൽ ഹൈവേ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനായി എന്തൊക്കെ ഏർപ്പാട് ചെയ്യണമോ അതിന് മാനേജറെ വിളിച്ചിട്ട് ഏർപ്പാട് ചെയ്യാൻ പറയേ. ശരി അച്ഛാ, ഞാൻ പറയാം. പക്ഷേ എന്താ കാര്യം? എന്താ നിന്റെ ഡൗട്ട്? അതല്ലച്ചാ, നമുക്കെങ്ങനെ ഈ ടെൻഡർ കിട്ടിയത്? എന്താണ് നീ ഇങ്ങനെ ചോദിക്കുന്നേ? ഇത്രയും നേരം നീ കൂടെ ഇരുന്ന് കണ്ടതല്ലേ? കണ്ടില്ലേ? ശരിയാണ്. പക്ഷേ നമ്മൾ കോട്ട് ചെയ്ത തുക ശർമ്മ ചെയ്തതിനേക്കാൾ കൂടുതലായിരുന്നല്ലോ. പിന്നെ അതെങ്ങനെയാ പെട്ടെന്ന് കുറഞ്ഞത്? രുദ്ര, നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഞാൻ കോട്ട് ചെയ്ത് തന്നെ അത്രയാണോ? ഇല്ല ഏട്ടാ, ഏട്ടൻ നുണ പറയുകയാണ്. ഞാൻ കണ്ടതാണ്. ഏട്ടൻ കോട്ട് ചെയ്ത തുക 105 കോടിയാണ്. അതെങ്ങനെയാ പിന്നെ 94 കോടിയായത്? ഏട്ടൻ ഇതിൽ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. പറയട്ടാ, ഏട്ടൻ എന്താ ചെയ്തത്? അതെ അച്ഛാ, ചെറിയച്ഛൻ പറയുന്നത് ശരിയാണ്. അതെങ്ങനെ സാധിച്ചെന്ന് പറ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ കൊടുത്ത കൊട്ടേഷൻ 1 അല്ല, 2. ഒന്നിൽ 105 കോടി, ഇനി ഒന്നിൽ 94 കോടി. അതുകൊണ്ടാ ഈ ടെൻഡർ നമുക്ക് കിട്ടിയത്. അതുമാത്രമല്ല, ഇവിടെയുള്ള ചിലരെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരുന്നു. അച്ഛാ, ഇത് തെറ്റല്ലേ? നമ്മൾ എന്തിനാ വെറുതെ പറ്റിച്ച് ടെൻഡർ എടുക്കാൻ ശ്രമിക്കുന്നേ? എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഉറപ്പായിട്ടും തെറ്റല്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കിട്ടേണ്ട ടെൻഡർ ആ ശർമ്മ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്നും എടുത്തിരുന്നത്. അതുകൊണ്ട് ഇത്തവണ ഞാനും അവന്റെ വഴിയിലൂടെ പോയി. ശത്രുവിനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വഴിയിലൂടെ പോകണം, അല്ലെങ്കിൽ കുറുക്കു വഴിയിലൂടെ പോകണം. എങ്കിലേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാനും ആ ശർമ്മയുടെ ടെക്നിക്ക് ഫോളോ ചെയ്തത്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാം പോകെ പോകെ മനസ്സിലാവും. വാ, നമുക്ക് പോകാം. രുദ്ര, എന്നുതൊട്ടാ നമ്മുടെ വിഷ്ണു ഇത്രയും ബുദ്ധിശാലിയായത്? തീർച്ചയായിട്ടും പണ്ടത്തെ വിഷ്ണു അല്ല ഇത്. എന്താണെന്നറിയില്ല, പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീ ചെന്ന് കാറിലിരിക്കുക, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഏട്ടൻ 2 കൊട്ടേഷൻ കൊടുത്തെന്നോ? ഞങ്ങളറിയാതെ ഇത് എപ്പോഴാണ് കൊടുത്തത്? അയ്യോ മഹാദേവ, ഇഷ്ടപ്പെടുന്ന ആളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇത്രയും കഷ്ടമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അനന്യ അങ്ങ് കാട്ടിത്തരില്ല അല്ലേ? കാണിച്ചു തരുന്നത് വരെ ഞാൻ അങ്ങയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഏയ് മല്ലി, നീ എന്താടി ഇത്രയും ലേറ്റ് ആയത്? നീ എന്താ ഇപ്പൊ അമ്പലത്തിലേക്ക് വരാത്തെ? ഇന്ന് നിന്നെയും കണ്ടില്ല, നിന്റെ ചേച്ചിയും കണ്ടില്ല. നിങ്ങൾ രണ്ടുപേരും അന്വേഷിച്ച് ഞാനിപ്പോ ആകെ ടയേർഡായി. ശരി ശരി, ആദ്യം എന്നെ ഒന്ന് എടുക്ക്, എന്നിട്ട് ഞാൻ കാര്യം പറയാം. ആദ്യം നീ പറയേ. എടുക്കാനല്ലേ പറഞ്ഞേ? എനിക്ക് സ്കൂളുണ്ടായിരുന്നു, അതാ ലേറ്റായി പോയത്. ഞാൻ ചിലപ്പോഴൊന്നും ക്ഷേത്രത്തിൽ വരാറില്ല. പുതിയ പൂജാരിക്ക് അതാ എന്നെ അറിയാത്തെ. അപ്പോ ഞാൻ നിനക്ക് ഉമ്മ തന്നതുകൊണ്ട് ഒന്നും തോന്നിയില്ലേ? എന്ത് തോന്നാന്? നിങ്ങൾ എന്നെ കെട്ടാൻ പോകുന്നില്ലല്ലോ.
എന്നെ വിട്, എന്നെ വിടാനാ പറഞ്ഞത്. എനിക്കിങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഓഹോ, നീ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അന്ന് നിന്നെ ഇങ്ങനെ എടുത്ത് ഞാൻ ഉമ്മ തന്നതിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടല്ലോ. നിങ്ങൾ എന്നെ എടുത്ത് ഉമ്മ തന്നു. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഞാൻ എപ്പോഴാ അങ്ങനെ ചെയ്തേ? അത് തന്നെ മല്ലി, അന്ന് നീ മുത്തശ്ശിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചില്ലേ? ഞാനല്ലേ കാട്ടിലുള്ള മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. ആ കാട്ടിലോ? അതും നിങ്ങളുടെ കാറിലോ? ഞാൻ എന്തിനാ നിങ്ങളുടെ കാറിൽ വരുന്നേ? എനിക്കതിന് മുത്തശ്ശിയൊന്നും ഇല്ലല്ലോ. ഏയ്, 3 അടി പോലും ഇല്ല, എന്നിട്ട് കള്ളം പറയാ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ എന്റെ മുത്തശ്ശി മരിച്ചുപോയി. എനിക്കിപ്പോ തോന്നുന്നത് അനന്യ ചേച്ചിയോടുള്ള സ്നേഹക്കൂടുതൽ കാരണം നിങ്ങൾ എന്തൊക്കെയോ പറയുകയാണ്. നിങ്ങളുടെ ബുദ്ധി തിരിഞ്ഞു പോയെന്നാ എനിക്ക് തോന്നുന്നേ. ഈ മല്ലി എന്നെ വെറുതെ കളിപ്പിച്ചോണ്ടിരിക്കുക. ആ, അതൊക്കെ പോട്ടെ. ഇപ്പൊ അനന്യ എവിടെയാണെന്ന് ചോദിക്കാം. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ആ, ഒന്നുമില്ല. അതിരിക്കട്ടെ, നിന്റെ ചേച്ചി എന്താ വരാത്തത്? അവൾ എവിടെയാണെന്നൊന്ന് പറയോ പ്ലീസ്? ഓഹോ, അങ്ങനെയാണോ? അനന്യ ചേച്ചിയെ പറ്റി അറിയാൻ വേണ്ടി എന്തൊക്കെയോ കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുക അങ്ങേര്. എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റിക്കാൻ പറ്റില്ല. ഏയ് മല്ലി, ഒന്ന് പറയടി, നിന്റെ ചേച്ചി എവിടെയാ ഉള്ളത്? ഓഹോ, അതൊന്നും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. ടാക്സോ? എന്നുവെച്ചാ? അയ്യോ മണ്ട, ടാക്സ് എന്ന് പറഞ്ഞാ അറിയില്ലേ? ഫീസ്. അത്രേ ഉള്ളോ? നിന്റെ ഫീസ് എത്രയെന്ന് പറയേ. എനിക്ക് പൈസയൊന്നും വേണ്ട കേട്ടോ. കുറെ ചോക്ലേറ്റ്സ് വാങ്ങി തന്നാ മതിയാവും. ഇതായിരുന്നു കാര്യം. നീ ഇത് നേരത്തെ പറഞ്ഞാ മതിയായിരുന്നല്ലോ. ലോകത്ത് കിട്ടുന്ന എല്ലാ ചോക്ലേറ്റ്സും വാങ്ങി നിന്റെ കൈ കൊണ്ട് തരുമായിരുന്നു. നിന്റെ ചേച്ചിയേക്കാളും വലുതല്ലല്ലോ അത്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, വാ. എന്താ സംഭവിക്കുന്നത്? എന്റെ മായാവലയം അവളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ജയ് മഹാകാല! ഏയ് നാഗകന്യകെ, എന്റെ കണ്ണിൽ പെടാതെ എവിടെ ഒളിച്ചിരിക്കുകയാണ് നീ? പുറത്തേക്ക് വാ! എന്റെ മന്ത്രശക്തിയെ ചോദ്യം ചെയ്യുകയാണോ നീ? നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. നീ ഇനി എവിടെ പോയി ഒളിച്ചാലും ഇനി നിനക്ക് ബാക്കിയുള്ളത് വെറും 36 മണിക്കൂറുകൾ മാത്രം. അതിനുള്ളിൽ നീ നിന്റെ മനുഷ്യരൂപം വെടിഞ്ഞ നാഗരൂപത്തിലേക്ക് വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നീ മരണപ്പെടും. പിന്നെ നിന്നെ ആ മൃത്യുഞ്ജയനെ കൊണ്ടുപോലും രക്ഷപ്പെടുത്താനാകില്ല നാഗകന്യകെ. എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എനിക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാകൂ. ഇനി നീ എങ്ങനെ രക്ഷപ്പെടുമെന്നും ഞാനെങ്ങനെ നിന്നെ രക്ഷിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ജയ് മഹാകാല! എന്തു പറ്റി അനന്യ? വല്ലാതെ ഇരിക്കുന്നു. എന്തു പറ്റി? നിനക്ക് പനി എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല അമ്മേ. ഒരു മിനിറ്റ് ഇരിക്കെ, ഞാനിപ്പോ വരാം. അനന്യ, ദാ ഈ ജ്യൂസ് കുടിക്കേ.
നിന്റെ ക്ഷീണം മാറിപ്പെട്ടെന്ന് കുടിക്കേ. എനിക്കിതൊന്നും വേണ്ട അമ്മേ. നീ ഇത് കുടിച്ചില്ലെങ്കിൽ നിന്റെ ക്ഷീണം മാറില്ല മോളെ. നീ ഇത് കുടിക്കേ. കുടിച്ചിട്ട് റെസ്റ്റ് എടുക്ക. ഞാനിവിടെ വയ്ക്കാം. കുടിക്കാൻ മറക്കരുതേ. ഇത്രയും വലിയൊരു ക്ഷീണം സംഭവിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. വയറൊക്കെ വല്ലാതിരിക്കുന്നു. ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. ഇതെന്ത് വേദനയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിതെന്തു പറ്റി? ഏതോ ഒരു ദുഷ്ടശക്തി എന്നെ നശിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ ഓക്കെ, ഞാൻ പിന്നീട് വിളിക്കാം. നമസ്കാരം സർ. നമസ്കാരം. കൺഗ്രാചുലേഷൻസ് രുദ്ര. എങ്ങനെയൊക്കെ ഈ ടെൻഡർ നിന്റെ സഹോദരൻ എടുത്തല്ലോ. അതെ സർ, എല്ലാം അങ്ങയുടെ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ്. ഓരോ തവണയും കൊട്ടേഷൻ കൊടുത്ത് ബിറ്റിൽ പരാജയപ്പെട്ട് അപമാനിതരായി പോകാറാണ് പതിവ്. എന്നാൽ ഇത്തവണ അങ്ങനെ സംഭവിക്കാത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദേ നോക്കേ, എറിയുന്ന ഓരോ കല്ലിലും പഴം വീണമെന്നില്ല. 10 കല്ലെറിഞ്ഞ ചിലപ്പോൾ ഒരെണ്ണം വീണേക്കാം, വീഴാതെയും ഇരിക്കാം. അതേപോലെ നിന്റെ സഹോദരൻ 10 കല്ലെറിഞ്ഞു, പക്ഷേ ഫലം വീണത് അവസാനത്തെ കല്ലിലാണ്. എന്റെ ഏട്ടൻ ഈ ബിറ്റിന് 2 കൊട്ടേഷൻ പോലും തന്നിട്ടുണ്ടായിരുന്നു. നോ, അദ്ദേഹം ഒരു കൊട്ടേഷനെ തന്നുള്ളൂ.